ഗോസിപ്പ് സംഘം റെഡി ആയിട്ടുണ്ട്. കണ്ടു പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അർത്ഥമൊന്നും ചോദിക്കരുത്, ഞങ്ങള് മമ്മമ്മന്ന് വിളിക്കുക. ഇവരുടെ കല്യാണം നടത്താനായിട്ട് അജിമാവിന് ഇതിൽ വലിയൊരു റോൾ ഉണ്ട്. അടുത്ത കഥ പറയുന്നത് കാശ്മീരിൽ പോവാലോ, അപ്പൊ കല്യാണം കഴിക്കാം. പക്ഷെ കാശ്മീരിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടു. ഇനി ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ശങ്കരാടി നെറ്റി എന്ന് പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് അജിത് ശങ്കരാടിയുടെ അടുത്ത് ചോദിക്കാം. ആ രേഖ എന്റെ കയ്യിലുണ്ട്. This video is sponsored by White Gold. നിങ്ങളുടെ കമന്റ് കണ്ട് ഞാൻ മടുത്തു. എന്തും കമന്റ് ബോക്സിൽ ഇടാമെന്ന് വിചാരിച്ച് വർഷം 1 ആയി. അമ്മായി ആയി എന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. അമ്മായി ലുക്ക്, അമ്മായി ആയി. അതെ, ഞാൻ അമ്മായി ആയി. എൻ്റെ വയറ്, എൻ്റെ ഫുഡ് ഒക്കെ ഞാൻ കഴിക്കുന്നു. അതിനമ്മ ഇത്തിരി തടി കൂടിപ്പോയി, എന്ത് ചെയ്യാനാ? ഇതല്ലേ പാരമ്പര്യം. പക്ഷേ ഞാൻ തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ ദ വേ, ഈ അമ്മായി ആയി എന്ന് പറയുന്നതിൻ്റെ ഉത്തരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, അല്ലേ അമ്മേ? എന്തായാലും ഇവിടെ അതെ, അമ്മയുടെ ഭംഗി എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവർക്ക് ആ ലുക്കിന്റെ കാരണം എന്താണ് ഇന്ന് മുതൽ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വരൂ, നമ്മളൊരു ഫംഗ്ഷന് പോവാണ്. ഇനി അവിടെ എന്തൊക്കെ കമന്റ് കേൾക്കേണ്ടി വരുമോ എന്തോ. പോയിട്ട് വന്നാലോ അമ്മേ? എന്താ മോള് സാരി ഉടുക്കാഞ്ഞത്? നമ്മളെല്ലാവരും സാരി എടുത്ത അടിയോ, വീട്ടിൽ അടിയോ? ഈ ഫംഗ്ഷന് ഞങ്ങൾ പോവുന്നില്ല. അത് കാരണം കാലത്ത് മുതൽ ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് ഓപ്പൊടേന്നായിരുന്നു ഉണ്ട് വൈകിട്ട്. അത് കാരണം സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് മകളിന്ന് ത്യാഗം സഹിച്ചിട്ട്, ഞാനിപ്പോഴും ഷോയിലെ ഹെവി ഡ്രസ്സ് ഇടാറുള്ളതാണല്ലോ വർഷങ്ങൾക്ക് മുമ്പ്, കാരണം ഇപ്പോൾ ഷോ ഇല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഞാനിന്ന് സിമ്പിൾ ആൻഡ് പവർഫുൾ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ എഫേർട്ട് മുഴുവൻ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേ നമുക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ അമ്മായി ആയി എന്ന് പറഞ്ഞില്ലേ, ഈ അമ്മായി പോയിട്ട് വരാം വിത്ത് അമ്മ. ഓക്കെ, പിന്നെ അച്ഛൻ വേറെ കാറിൽ വരും. അച്ഛന് വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. സോ ഞങ്ങൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, അച്ഛൻ അങ്ങോട്ട് എത്തും. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. താറ് വേണം എന്ന് പറഞ്ഞ് താറ് എടുപ്പിച്ചത് അമ്മ, പക്ഷെ താറി കയറാനായിട്ട് ടാസ്ക് ആണ്. ആ ടാസ്ക് എങ്ങനെയാ? വരൂ, കേറൂ. സാരല്ലേ, എന്താ ചെയ്യാ, എന്റെ സാരൊക്കെ പോവും. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. അമ്മേ, അപ്പൊ നമ്മൾ എങ്ങടാ പോണേ? നമ്മള് എന്റെ ചേട്ടന്റെ വീട്ടിലേക്ക്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് ഗർവാസി സാഷാനെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ അമ്മാവൻ അങ്ങനെ ഒരു മുത്തച്ഛനായിരിക്കുന്നു ഗൈസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുറച്ചക്കൻ കല്യാണം കഴിച്ച് ഇന്നൊരു ബേബി ഉണ്ടായി. ഇവിടെ 28 എന്നർത്ഥം. ഈ പേരിടൽ കഴിവ്, സ്റ്റാർ മാജിക്കിൽ എനിക്ക് പേരിടൽ കഴിവ് എവിടെന്നാ കിട്ടിയേ എന്ന് ചോദിക്കാറുണ്ടല്ലോ നിങ്ങള് ധൈര്യക്കുന്നു മുതല്. എന്താ ഞാൻ പറയാൻ കാരണം, ചേട്ടന്റെ മോന് പേര് സെലക്ട്, അതായത് എന്റെ അമ്മാവന്റെ മോൻ, എന്റെ മുറച്ചക്കിന് പേരിട്ടത് എന്റെ അമ്മയായിരുന്നു, വൈശാഖ് എന്നുള്ളത്. ഇപ്പൊ കുഞ്ഞുവാവ ഉണ്ടായപ്പോ കുഞ്ഞുവാവയ്ക്ക് പേരിടാനുള്ള അവകാശം എനിക്ക് തന്നില്ല ഗൈസ്. അപ്പോ എന്താ പേരെന്നും ഇവിടെ 28 കൂടി എപ്പോഴും എന്നെയും അച്ഛനെയും അമ്മയൊക്കെ അല്ലേ നിങ്ങൾ കാണണേ. അപ്പൊ എന്റെ ഫാമിലിയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തന്നെയാ, പോയിട്ട് വരാം. യെസ്, അപ്പൊ നമ്മളിങ്ങനെ പോവാണ്. അമ്മ എന്താ പറയാനല്ലേ അമ്മേ? എന്താ പറയാ, അവിടെ പോയിട്ട് ബാക്കി കാണാമെന്ന് അമ്മ എപ്പോഴും പറയും. എനിക്കും ഇതുപോലെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എപ്പ കിട്ടുന്നൊക്കെ അമ്മ പറയും. കുട്ടികളെ നോക്കിയിരിക്കേണ്ട പ്രായത്തില് ഞാൻ പട്ടിക്കുട്ടികളെ നോക്കിയിരിക്കാന്ന്. അപ്പൊ നമുക്കെന്നാ പോവല്ലേ? യെസ്. ഞങ്ങളങ്ങനെ എത്തി കേട്ടോ, നടന്നുകൊണ്ടിരിക്കുക. വണ്ടി അവിടെ പാർക്ക് ചെയ്തു, കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ വരുമ്പോൾ ഉള്ളിൽ പാർക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങളായിരിക്കും ലൈക്ക് ആദ്യം എത്തിയിട്ടുള്ള. അതെ, അതുകൊണ്ട് നമ്മൾ അധികം ആൾക്കാർ ഇപ്പം എത്തിയിട്ടുണ്ടാവില്ല, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അകത്തേക്ക് വാട്ടോ. ആഹാ, മാങ്ങയൊക്കെ എന്റെ ആൾക്കാർ, ഞാനുണ്ട്, അമ്മയുണ്ട്, അച്ഛൻ്റെ വന്നോണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ അമ്മാവൻ. ഇതെന്താ സാമ്പാറും ഇഡ്ഡലിയൊക്കെയോ? അയ്യോ, ഇതാണ് മകൻ. അമ്മ പേരിട്ടു എന്ന് പറഞ്ഞില്ലേ, പക്ഷെ കുട്ടിക്ക് പേരിടാനുള്ള അവസരം എനിക്ക് തന്നില്ല എന്ന് പറയായിരുന്നു. എവരിബഡി ഈസ് റെഡി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാണ് കുട്ടിയുടെ അമ്മ. എവിടെ? ചീഫ് ഗസ്റ്റ്, സെലിബ്രിറ്റി ഓഫ് ദ ഡേ. അയ്യോ, ഒങ്ങിക്കോളൂ.
കണ്ടുപരിചയം ഉണ്ടായിരിക്കുമല്ലോ. അതായത് അമ്മായി, ഞാനും അമ്മായി. അപ്പോൾ ഇതാണ് അമ്മയുടെ ബ്രദർ, വൈഫ്. സ്റ്റാർ സിംഗറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ സിസ്റ്ററാണ് പാർവതി. ആൻഡ് വൈശേട്ടൻ്റെ വൈഫ് അമ്മയാണ്. കൊച്ചിന്റെ അച്ഛൻ നേരത്തെ ഇഡലി കയ്യിൽ പിടിച്ചിട്ട് കണ്ടിരുന്നു, എന്നെ വെൽക്കം ചെയ്തതാ. ആ ഗോസിപ്പ് സംഘം റെഡി ആയിട്ടുണ്ട്. ഇത് ബേബി ആന്റി. അർത്ഥമൊന്നും ചോദിക്കരുത്, ഞങ്ങൾ മമ്മമ്മന്ന് വിളിക്കുക. അങ്ങനെ എന്തോ ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞില്ല, അതൊന്ന് ആവർത്തിക്കൂ. അത് ആവർത്തിക്കാനല്ല ഞാൻ ക്യാമറ ഓൺ ചെയ്തത്. മോളെ കൂടി കാണാനായിട്ട് വന്നു. കണ്ട ഡയലോഗ് മാറ്റി. നേരത്തെ എന്നെ മാത്രം എന്നാ പറഞ്ഞ്. മുല്ലപ്പൂവിന്റെ ഗന്ധന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു ഗൈസ്. ഇത് ഗുലാബിന്ന് ഡ്യൂപ്ലിക്കേറ്റ് മുല്ലപ്പൂവാണ്, പക്ഷെ ആർക്കും മനസ്സിലാവില്ല കേട്ടോ. അത്ര അടിപൊളിയാ. കണ്ടോ, എന്റെ അമ്മയുടെ സ്നേഹം ഗുലാബിക്ക് വേണ്ടി പ്രൊമോഷൻ തന്നോണ്ടിരിക്കുക. ഗുലാബിയിലെ മുല്ലപ്പൂവാ. ഓർഡർ ഇനി സ്വീകരിക്കുന്നതായിരിക്കും. ക്രെഡിറ്റ് ഇല്ല, ക്യാഷ് പേയ്മെന്റ് ഓൺലി. കൊള്ളാലോ. ഗുലാബിലത്തെ മുല്ലപ്പൂ മേടിച്ചു വെച്ചാൽ മതി എന്ന് അമ്മായി പറയാ. കുട്ടിയുടെ അമ്മ ഒറിജിനലാണ് കേട്ടോ. കുട്ടിയുടെ അമ്മ ഒറിജിനലാന്നല്ല, മുല്ലപ്പൂ ഒറിജിനലാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് വൈശാഖേട്ടൻ പറയാറ്. 916 ആണ്. നോക്കട്ടെ മുടി, നോക്കട്ടെ മുടി. ഒറിജിനൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉച്ചക്ക് പായസം തരില്ല. അമ്മയുടെ ചായാനു. അയ്യോ കൂട്ടായിട്ടു. കരയരുത്, കയ്യരുത്. എന്റെ പേരമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെന്തോ ഒരു പേരാട്ടോ വിളിക്കുക നിങ്ങളെ. നമ്മുടെ തക്കുട് വന്നു ഒന്ന് കാണിച്ച കുട്ടിയെ കാണാൻ വന്നപ്പോ എന്റെ ഫാൻ എന്റെ തക്കുട് വന്നു. അമ്മ വേഗം വാ, വേഗം. നമ്മുടെ ബേബിയെ നോക്കാൻ വന്നിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ ഇത്. ബേബിയുടെ പേര് ഇപ്പൊ പറയുന്നില്ല. അമ്മയുടെ ചായ കുട്ടിക്ക്. അമ്മ വരൂ, അമ്മ വരൂ. നോക്കട്ടെ അമ്മ ഇവിടെ ഇരിക്കും. ഇന്നലത്തെ കൂടുതലുണ്ട്. ഇന്നലത്തെ കണ്ടുപിടുത്തത്തില് ഇവിടെ നിങ്ങളുടെ അച്ഛനും ഇവിടെ നിങ്ങളുടെ ഞാനാണെന്നാണ് എനിക്ക്. പക്ഷെ അതേന്ന് ഹൈഫൈ, അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഹൈഫൈ കൊക്കോ, ഹൈഫൈ കൊക്കോ. മൂഡിൽ ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാ ഞങ്ങൾക്ക് ക്യാമറ അതുകൊണ്ടാ ഞങ്ങള് ഗുഡ് ഗേൾ. അല്ലേ, കുഴപ്പമില്ല കുഴപ്പമില്ല. തല പൊന്തിച്ചുകൊണ്ടാണ്. കുടുംബത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവള് ഞാൻ മാത്രമേ ഉള്ളൂ. ഒങ്ങിക്കോളൂ. അയ്യോ, പേരിടാൻ പോവാണ് ഗൈസ്. പേര് കേക്കണ്ടേ? ഇവിടെ ആള് രക്ഷയില്ല കേട്ടോ. ഇനി ഞങ്ങള് കേക്കട്ടെ, ഉറക്കെ 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 ഞങ്ങള് കേക്കട്ടെ പേര്. ഈവന്റ് ന്യൂ ജനറേഷൻ. അതെ 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 അതെ, ഉറക്കെ പറയില്ല ഗൈസ്. ഇനിയാണ് കുട്ടിയുടെ പേര്. ഞങ്ങൾ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യണേ. കുട്ടി നോക്കൂ, കുട്ടി ഓക്കെ. എന്റെ പേരാന്ന്. ഓക്കെ, പേരൊന്നും ഉറക്കെ പറയും കൂടെ ചെയ്തോളൂ. ദ്വിതി വൈശാഖ്. ദ്വിതി
വെറുതെ കരഞ്ഞിട്ട് അമ്മൂമ്മയുടെ കയ്യിൽ അച്ഛമ്മയുടെ കയ്യിലായപ്പോഴേക്കും ഓക്കെ ഒരു കുഴപ്പമില്ല, സെറ്റായി. കുട്ടിയുടെ അമ്മയ്ക്ക് ഈ കൊടിച്ചു. ഗൈസ് അച്ഛൻ വന്നു, ഗൈസ് അച്ഛൻ വന്നു എന്ന് പറഞ്ഞതാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറഞ്ഞിരുന്നേ അച്ഛൻ വരും എന്ന്. തടി കുറഞ്ഞ ഫാമിലി ആയതുകൊണ്ട് ഫ്രെയിമിൽ കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ അല്ലേ? വയറ് നിറഞ്ഞപ്പോ ഓക്കെ അല്ലേ? കുറുമ്പ് മാറിയില്ലേ? ചിരിച്ചാണോ? എന്തോ ഗുഗ്ഗളാണ് അത്. രോഹിണി ആയോണ്ടാ, രോഹിണി ആയോണ്ടാ. ആ കണ്ടോ, അമ്മായി എടുക്കേണ്ട രീതിയിൽ എടുത്തപ്പോ കറിയരുത്. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗേൾ ആണ്. ഇവിടെ ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ആരുടെ ചായയാണെന്നാണ്. കുട്ടിയുടെ അമ്മ ഒന്ന് മുഖം കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ ഒരു മിക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ നെറ്റ് ശങ്കരാടി നെറ്റിയാണെന്ന് നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും കുട്ടിക്ക് എന്താ. കുട്ടിയുടെ അച്ഛനോട് തലാട്ടുണ്ട്. ഒരു മിനിറ്റ്, ആ ശങ്കരാടി നെറ്റി ഒന്ന് കാണിച്ചിട്ട് പോവാ. നമുക്ക് പാരമ്പര്യമായിട്ട് ഇനി ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ശങ്കരാടി നെറ്റി എന്ന് പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് അജിത് ശങ്കരാടിയുടെ അടുത്ത് ചോദിക്കാം. ബിന്ദു ശങ്കരാടി പറഞ്ഞാലും മതി. ചോദിച്ചോ? ശരി, അജിത് ശങ്കരാടിയുടെ അടുത്ത് ചോദിക്കാം. കാര്യത്തിൽ കിടക്കണമെങ്കിൽ അമ്മയുടെ സ്വന്തം പുന്നാരാങ്ങളെ ആയിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഇവര് മണ്ണപ്പം ചുട്ട് കളിച്ചപ്പോ 3 പേരാട്ടോ. കുഴിയിലിരിക്കണ പോലെ. ആ കുഴിയിലിരിക്കാനുള്ള പ്രായം എനിക്കായിട്ടില്ലല്ലോ. അതെ, മൂത്താള്, പിന്നെ അമ്മയ്ക്ക് ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. ആളിപ്പില്ല. പിന്നെ അമ്മ ഭയങ്കര ലവബിൾ സിസ്റ്റർ ആയിരുന്നു. അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, അമ്മ പറഞ്ഞിട്ടുള്ള അമ്മയ്ക്ക് ഒരു ലൈൻ അടിക്കാൻ പോലുള്ള ഫ്രീഡം ഈ 2 ചേട്ടന്മാര് കൊടുത്തിട്ടില്ല. പക്ഷെ ജിമാമിന്റെ ലവ് മാരേജ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ശങ്കരടി, അജിത് ശങ്കരടി പ്രശ്നമുണ്ടോ? ഓ, ലവ് മാരേജ് ഒന്നും ആർക്കും അറിയില്ല എന്ന് മോള് പറയാൻ പറഞ്ഞു. അജിത് ശങ്കരാടി. അതെ, നീ ഇവിടെ വന്നിരിക്കും. അപ്പോ സ്റ്റാർ മാജിക്കിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശങ്കരാടി അമ്മാവനാണോ അമ്മയുടെ എന്ന്. ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയാണ് കേട്ടോ ശങ്കരാടി എന്ന് പറയണേ. ഞാൻ വീട്ടുപേരാണ്. അജിത് ശങ്കരാടി, ബിന്ദു ശങ്കരാടി. ശരിക്കും നമ്മുടെ ശങ്കരാടി അമ്മാവന്റെ ഒറിജിനൽ പേരെന്തായിരുന്നു? ചന്ദ്രശേഖര മേനൻ. ചെറായിലെ വീട്. പോവാറുണ്ട് എല്ലാ കൊല്ലത്തിലും. അവിടെ പൂജയൊക്കെ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മുമ്മ കല്യാണം കഴിച്ച് കൊടുങ്ങല്ലൂർ കൊണ്ടുവന്ന അങ്ങനെയാണ് അത് ആ ഒരു ബന്ധം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളത്. പൂജയ്ക്ക് പോയപ്പോ എന്റെ തലയിലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ തന്നതായിരുന്നു. പക്ഷേ ഇന്നത്തെ പുള്ളി മരിച്ചു. അതാണ് എല്ലാ തവണയും നമ്മൾ പോവാറുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോഴേ നമ്മൾ ആ ഒരു ശങ്കരാടി കഥ വന്ന ആ ഒരു വഴി പറഞ്ഞല്ലോ. ഇനി ഇതൊരു കലാകുടുംബാണെന്നുള്ളത് ആ ഒരു പാരമ്പര്യ കലാകുടുംബം കൂടെ ആണെന്നുള്ളൊരു കഥ പറഞ്ഞുതരാം. ഹിസ്റ്ററി. ഫസ്റ്റ് അജിമാമനും അമ്മായിയും ഓൾറെഡി പാടും. അമ്മ ഓൾറെഡി ഡാൻസർ ആണ്. അച്ഛനാണെങ്കിൽ സർവോപരി അപ്പോ അപ്പോ തൽക്കാലം അപ്പോ ഫസ്റ്റ് രഞ്ജു ഡാൻസ് ചെയ്യും. രഞ്ജു നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന ആളാണ്. പക്ഷെ ഈ വീട്ടിലൊരാളായി പെട്ടെന്ന്. വൈശാഖേട്ടൻ ഫസ്റ്റ് പാട്ട് പഠിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇങ്ങനെയും വഴിതെറ്റിപ്പോയപ്പോ കറക്റ്റ് സ്റ്റാർ സിംഗറിൽ നല്ലൊരു സിംഗറായിട്ട് കറക്റ്റ് ഡയറക്ഷനിലേക്ക് എത്തിയത് ഷീമു ആയിരുന്നു കേട്ടോ. സീസൺ 6 നിങ്ങൾ കണ്ടിട്ടുണ്ട്. സീസൺ 4 സീസൺ 4 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പാർവതിയും മെന്നും. അപ്പോൾ വീട്ടിൽ മൊത്തം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഷീമുന്റെയും വൈശാഖിന്റെ എല്ലാവരുടെയും ഒരു പാട്ടൊക്കെ കേൾക്കണം എന്നുണ്ട്. ഞാൻ വർഷങ്ങളായല്ലോ ക്ലച്ച് വിട്ടുപോയി. അതിന് മുമ്പ് കുറച്ച് റീച്ചിനും കുറച്ച് ഫോളോവേഴ്സിനും കുറച്ച് പൊങ്കാലയ്ക്കും വേണ്ടി. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവരുടെ കല്യാണം നടത്താനായിട്ട് അജിമാമന് ഇതിൽ വലിയൊരു റോളുണ്ട്. കാരണം അജിമാമനാണല്ലോ
അച്ഛനെ കണ്ടുപിടിച്ച് എങ്ങനെയായിരുന്നു? ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, അമ്മയ്ക്ക് കാശ്മീർ പോണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് അമ്മയുടെ ഫ്രണ്ട് കല്യാണം കഴിച്ചു, നേരെ കാശ്മീർ പോയി. അപ്പൊ 20-ാം വയസ്സിൽ അമ്മൂമ്മ പറഞ്ഞു, മോളെ നിനക്ക് കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ കാശ്മീർ പോവാലോ, അപ്പൊ കല്യാണം കഴിക്കാം. എങ്ങനെയായിരുന്നു ഈ ഒരു വഴി വന്ന റൂട്ട്? എങ്ങനെയായിരുന്നു? ഈ മൈക്കൊന്ന് പിടിച്ചോളൂ. അത് വളരെ സത്യമായിട്ടാണ്. അതായത് പണ്ട് അടുത്ത കഥ പറയുന്നത് ഇല്ല, ഞങ്ങള് ഗൾഫില് ഞങ്ങള് ദോഹയിൽ വെച്ചുള്ള പരിചയമാണ് ഞങ്ങള് തമ്മില്. അപ്പൊ മൂപ്പര്, ഞാൻ എയർപോർട്ടിലായിരുന്നു ജോലി, എവിടെ അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലായിരുന്നു. അപ്പൊ മൂപ്പര് നാട്ടിൽ പോവാ, ഞാൻ അതെ അല്ല, അപ്പൊ മൂപ്പര് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകുമ്പോ ഞാൻ പോവാണ്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ വേറെ അപ്പം ഞാൻ ഇത്തവണ കല്യാണം കഴിച്ചിട്ടേ വരുള്ളൂ. അതെ. അപ്പൊ ഞാൻ പറയാം, എന്നാ ഒരു കാര്യം ചെയ്യും, ഈ അഡ്രസ്സിൽ കൂടി പോയി ഇതും കൂടി ഈ പെണ്ണും കൂടി ഒന്ന് കണ്ടോളാം. അങ്ങനെയാണ്. പിന്നെ അത് മൂപ്പര് അത് തന്നെ പോയി കണ്ട, അത് സെറ്റായി. അത് സെറ്റായി. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. അമ്മയെ കാണാൻ വേണ്ടിട്ട് പോയ കഥ കഥ പറയുന്നുണ്ടോ? എന്റെ ആദ്യം കണ്ടപ്പോ ഒരു വലിയ കണ്ണടയൊക്കെ വെച്ചിട്ട് ഒരു ആള്, ഞാൻ ഫോട്ടോയില് കണ്ട രൂപമല്ലായിരുന്നു നേരിട്ട് കണ്ടപ്പോ. എന്നാലും എന്തോ അത് സെറ്റായി. അതെ, അതാണ് തലവര. അതന്നെയായിരുന്നു. ഇതിന്റെ ഇടയില് അമ്മയ്ക്ക് അമ്മയുടെ ഹണിമൂൺ മൈക്ക് അമ്മയ്ക്ക് കൊടുക്കും. ഞാൻ അല്ല, അതെന്നോട് ആദ്യ രാത്രി തന്നെ പറഞ്ഞു, എൻ്റെ ഏറ്റവും ആഗ്രഹം കാശ്മീരിൽ പോകണം എന്നാണെന്ന്. പക്ഷെ കാശ്മീരിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ അച്ഛൻ അഡ്മിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ആ കാശ്മീർ മോഹം സാധിച്ചു കൊടുത്തത് മോള് കഴിഞ്ഞ വർഷം യൂട്യൂബ് ചാനൽ പിന്നെ ഞാൻ എന്റെ മാനേജർ ആക്കട്ടെ. അപ്പൊ പിന്നെ അതൊന്നും പോരാഞ്ഞ് ഇവരുടെ ഹണിമൂൺ ലൈക്ക് ഹോസ്പിറ്റലിലായിരുന്നു. അതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു കട്ട്ലറ്റ് ആയിരുന്നു ഗൈസ്. അത് അമ്മ പറയട്ടെ. അമ്മ കട്ട്ലറ്റും കൊണ്ട് അച്ഛനെ കാണാൻ പോയില്ലേ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത്? ഉണ്ണിയേട്ടൻ, ഒരു മിനിറ്റ്, ഉണ്ണിയേട്ടൻ ഇപ്പൊ വരൂ കേട്ടോ, മോളു കട്ട്ലറ്റ് ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. ലീവിന് വന്ന് പുറത്തു പോയതാ. അപ്പൊ കട്ട്ലറ്റ് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു പോകും. പിന്നെ ഞാൻ കേൾക്കണം നിങ്ങൾ ഒരു ഹോസ്പിറ്റലാവാം. ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാം. അതായത് അച്ഛനും അതുപോലെ തന്നെ അജിമാമന്റെ, ഇതാണ് അജിമാമൻ. അജിമാമന്റെ താഴെ ഒരു ബ്രദറും കൂടെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ബ്രദറും കൂടെ അന്നത്തെ ചേതക്കില് കല്യാണം കഴിഞ്ഞ പുതുമോടിയിലും മഴയത്ത് ഈ അളിയനും അളിയനും കൂടെ സ്കൂട്ടറിൽ പോയി. സ്കൂട്ടർ എങ്ങനെയോ തെന്നിപ്പോയി. അടുത്ത സീൻ എന്ന് പറയുന്നത് അച്ഛൻ ഇങ്ങനെ എണീക്കുന്ന സമയത്ത് താഴെ ഒരു സാധനം ഞാണ്ട് കിടക്കുക. അച്ഛന്റെ എല്ലായിരുന്നു. അതും കൊണ്ട് ഇങ്ങനെ പിടിച്ച് നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴും ബോധം വന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു വെച്ച കട്ട്ലറ്റും പറഞ്ഞില്ല. ഭാര്യ എപ്പോഴും കട്ട്ലറ്റും കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അതങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെയാ. ഇനി അമ്മായി എന്താ മിണ്ടാണ്ടിരിക്കണേ? അമ്മായി ഇപ്പൊ ഞാൻ പൂർണ്ണമായും പച്ചമറോളാണ്. അച്ചമ്മറോൾ ഏറ്റെടുത്തു കുട്ടിയുടെ മെയിൻ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ വളരെ എൻജോയ് ചെയ്ത് ഞാനിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു അച്ഛമ്മയാവാൻ വേണ്ടി. അപ്പൊ അത് ദൈവം സാധിപ്പിച്ചു കൊടുത്തു. അമ്മൂമ്മയായിട്ട് ഓൾറെഡി ഒരു 5 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ അച്ചമ്മറോള് എൻജോയ് ചെയ്തു. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നിങ്ങൾ എന്നോട് പറയുന്നുണ്ടല്ലോ എനിക്ക് അമ്മായി ലുക്കായിന്ന്. അതെ, അമ്മായി ലുക്കായി. അതല്ലേ ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഇന്ന് ഈ അമ്മായിയുടെ വക ഒരു പാട്ട് നമ്മുടെ കുഞ്ഞുവിന് വേണ്ടിട്ട് കേട്ടോ. ദ്വിതീന പേരിട്ടിട്ടുള്ള ദ്വിതി എന്താ വീട്ടിൽ വിളിക്കാൻ പോണേ? റുക്കു. ഓക്കെ, ഒരു പാട്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ പാടാം ഒരു പാട്ട്. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. കാതിൽ വന്നിലാരാ പൂരം കണ്ടിടാ, മായ കൈകൊട്ടും മേളവും കേട്ടില്ല,
കരിമിഴി കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ഇനിയപ്പോൾ പപ്പടമൊക്കെ കൂട്ടി നല്ല സാമ്പാറൊക്കെ ഒഴിച്ച് ഉക്കറിനായിട്ട് സദ്യ കഴിക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ബൈ. This video is sponsored by White Gold.